നരേന്ദ്രമോദി ഉറപ്പിച്ചോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം. നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വർത്താനം പറഞ്ഞു. കാരണം നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് 5ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തെ തന്നെ ദൈവത്തിന്റെ അവതാരമായി പ്രഖ്യാപിച്ചത്. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവത്തോട് ആരും അനുവാദം ചോദിച്ചിട്ടല്ല ആരാധിക്കുന്നതും പൂജിക്കുന്നതും. ഞാനും അത്രേ ചെയ്തുള്ളൂ. അത് അങ്ങേയറ്റം ആത്മവിശ്വാസ കുറവുള്ള ഒരാൾ നടത്തുന്ന പ്രസ്താവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം ധ്യാനത്തിന് വിവേകാനന്ദപ്പാറയിലേക്ക് പോകുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് താനെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്തുകൊണ്ടാണ് ഒരാൾ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായി പ്രഖ്യാപിക്കുന്നത്? എന്താ കാര്യം? അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും തന്നെ ജനങ്ങളോട് പറയാൻ കഴിയാതൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അഥവാ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി NDAയും BJPയും മാറിയിരിക്കുന്നു. ഇത് ഇവന്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മുമ്പും പല ഫിനാൻസ് ഏഴ്സിനെയും ഇവന്മാർ പറ്റിച്ചിട്ടുണ്ട്. ഒരു പരാജയ ഭീതി മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി തന്നെ ദൈവമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായി പ്രതിഷ്ഠിക്കുകയാണ്. നോക്കൂ, ഇത് ഇപ്പോൾ ആരംഭിച്ചൊരു പ്രക്രിയയല്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്നെ ദൈവമായിട്ട് അവതരിപ്പിച്ച പിന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ എന്ന് പറയുന്ന പൗരന്മാരില്ല, പിന്നെ ഭക്തന്മാരേ ഉള്ളൂ. അപ്പൊ ഒരു ദൈവം ഭരിക്കുന്ന രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ഇനിയിപ്പം ജീവിക്കാൻ പോകുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദിക്ക് ഇനി അധികാര തുടർച്ചയുണ്ടായാൽ ഈ രാജ്യം എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു ദൈവം ഭരിക്കുന്ന രാജ്യമായിട്ട് ഇത് മാറുകയാണ്. പിന്നെന്താ പ്രശ്നം വെച്ചാൽ, നരേന്ദ്രമോദി സ്വയം അങ്ങ് വിചാരിക്കുകയാണ് താൻ ദൈവമാണ്, തനിക്ക് ദൈവികമായ ശക്തി. അങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന് ചീത്ത മാത്രം പറഞ്ഞാൽ പോരാ. അറിയാവോ? പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരോടും വിശദീകരിക്കേണ്ട. കാരണം ദൈവത്തിന്റെ ദൂതനായിട്ട് വന്നിട്ട് ദൈവത്തിന്റെ മിഷൻ നടപ്പാക്കുന്ന ഒരാളാണ്. ഒരു കാര്യവും പിന്നെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട. നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ദുർബലനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുഭവിച്ചോ? കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. 2014 2019 കണ്ടൊരു നരേന്ദ്രമോദിയല്ല 2024 നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ദുർബലനായ ഒരു നേതാവാണ്. ശരിയാണ്. കാരണം അദ്ദേഹം ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് 1-2 ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം ഈ കാട്ടിക്കൂട്ടിയ നെറുകേട് നമ്മൾ സഹിച്ച്, പക്ഷെങ്കിൽ ഇത് മോഡി എല്ലായിടത്തും പോയി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി മോഡി പ്രസംഗിക്കുന്നത് മോഡിക്ക് വോട്ട് ചെയ്യാനാണ്. ഈ മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ഈ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ഒരു പൂർ ഗൈ ആണ്. അയാളുടെ പേരിനൊരു പ്രസക്തിയില്ല, ആ വ്യക്തിക്ക് ഒരു പ്രസക്തിയില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾക്കാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആൾ വോട്ട് ചെയ്താൽ അയാൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുണ്യം കിട്ടുന്നത്? ദൈവം തന്നെ ആയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായി മാറുന്നു എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. 400 സീറ്റ് എന്ന സ്വപ്നം പണ്ടേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതി എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൈവിട്ട എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവും എന്റെ ഈശ്വരാ? പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.